let Sn denotes the sum of first n terms of an AP. If S2n equal to 3Sn, then the ratio S3n divided by Sn is equal to. നമുക്ക് ഇതിന്ന് എന്ത് ചെയ്യാം? S2n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എഴുതുക? 2n ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2a പ്ലസ് n-1 പകരം 2n - 1 അല്ലേ? 2n - 1 ഇൻറ്റു d ഈക്വൽ ടു എന്തെന്ന് പറയാം? 3Sn ആണെന്ന്. 3 ഇൻറ്റു Sn പകരം n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അപ്പൊ ഇവിടെ നമുക്ക് n/2 രണ്ടിലും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് വന്നു? ഇവിടെ 2 ഇൻറ്റു 2a പ്ലസ് 2 ഇൻറ്റു 2a പ്ലസ് 2nd മൈനസ് d ഈക്വൽ ടു 6a അല്ലേ? 3ന് ഉള്ളിലേക്ക് കൊടുത്താൽ 6a പ്ലസ് ഇവിടെ nd ഉണ്ട്, 3യും ഉണ്ട്. അപ്പൊ 3nd മൈനസ് 3d. 3nd മൈനസ് 3d. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എനെ ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 4a ആണ്. 6a മൈനസ് 4a 2a. ബാക്കിയുള്ളതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താണ്? 4nd മൈനസ് 2d. ഇതിനെ ഇങ്ങോട്ട് കൊടുന്ന ഈ ഭാഗത്തേക്ക് കൊടുന്ന മൈനസ് 3nd പ്ലസ് 3d. അപ്പോൾ 4nd മൈനസ് 3nd nd അല്ലേ? nd മൈനസ് 2d പ്ലസ് 3d എന്ന് പറഞ്ഞാൽ പ്ലസ് d. അപ്പോൾ d ഇൻറ്റു n+1. അപ്പൊ നമുക്ക് ഇതിന്ന് d എന്താണെന്ന് എഴുതാം? d ഈക്വൽ ടു 2a ഡിവൈഡഡ് ബൈ n+1. ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? S3n ഡിവൈഡഡ് ബൈ Sn. അതെങ്ങനെയാണ് കാണുക? S3n-നെ എന്ത് എഴുതാം? 3n/2 ഇൻറ്റു 2a പ്ലസ് 3n - 1 ഇൻറ്റു d ഈക്വൽ ഡിവൈഡഡ് ബൈ Sn അല്ലേ? അപ്പോൾ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇതിന്ന് നമുക്ക് ഈ n/2 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? പിന്നെ നമുക്ക് എന്താ കിട്ടുക? 3 ഇൻറ്റു 2a പ്ലസ് 3n - 1 ഇൻറ്റു d അല്ലേ? ഇതൊന്ന് നമുക്ക് എഴുതാം. ഈക്വൽ ടു 3 ഇൻറ്റു 2a പ്ലസ് 3n - 1 ഇൻറ്റു ഡിക്ക് പകരം ഞാൻ ഏത് കൊടുത്തു? 2a ബൈ n+1 കൊടുത്തു. 2a ഡിവൈഡഡ് ബൈ n+1 ഡിവൈഡഡ് ബൈ ഇവിടെയും കൊടുത്തു 2a പ്ലസ് n-1 ഇൻറ്റു 2a ഡിവൈഡഡ് ബൈ n+1. ഇനി n+1 ഇതിൽ കോമൺ ആയിട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഇതുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 ഇൻറ്റു കുറച്ചും കൂടി കാണാൻ വേണ്ടി ഇവിടെ ചെയ്യാം. ഇവിടെയാണ്. അപ്പോൾ 3 ഇൻറ്റു 2a ഇൻറ്റു n+1-നെ ഞാൻ രണ്ടിനും കൂടി കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ 2a ഇൻറ്റു n+1 പ്ലസ് 3n - 1 ഇൻറ്റു 2a ഡിവൈഡഡ് ബൈ n+1 അല്ലേ? ഡിവൈഡഡ് ബൈ പിന്നെ എന്താണ്? ഇതിലും അങ്ങനെ തന്നെ എടുത്തു. അപ്പോൾ എന്താണ്? 2a ഇൻറ്റു n+1 പ്ലസ് n-1 ഇൻറ്റു 2a ഡിവൈഡഡ് ബൈ n+1. അപ്പൊ നമുക്ക് ഏത് ക്യാൻസൽ ചെയ്യാം? ഈ n+1-നെ നമുക്ക് രണ്ടിന്നും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇനി എന്ത് വരുന്നു? 3 ഇൻറ്റു 2a എന്ന് പറയുന്നത് എന്താണ്? 2a അപ്പൊ എന്ത് വരും?
6an 6an വരും അല്ലെ. 6an എടുക്കണ്ട, 2a ക്യാൻസൽ ചെയ്ത് കളയാം നമുക്ക്. കാരണം ഇതില് 4 എണ്ണത്തിലും 2a ഉണ്ട്. അപ്പൊ 2a പുറത്തേക്ക് എടുത്താൽ ഇവിടത്തെയും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ 2a കളഞ്ഞു. അപ്പൊ ഇനി എന്ത് വന്നു? 3 ഇൻറ്റു, ഇത് ഞാൻ മായ്ക്കാം, അപ്പൊ ഇത്രയും കൂടി സൗകര്യമാണ്. അപ്പൊ ഇതായി അല്ലേ, ഇത്രയും ആയി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. എന്താണ്? 3 ഇൻറ്റു n+1 പ്ലസ് 3n-1 എന്ന് പറഞ്ഞാൽ -1ഉം +1ഉം കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ഇവിടെ എന്തോ എഴുതും? 3 ഇൻറ്റു 4n എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇവിടെയും -1ഉം +1ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ 2n+n എന്ന് പറയുന്നത് 2n ആണ് അല്ലെ. അപ്പൊ ഈ n-നെ ഇനി ഇവിടെ ക്യാൻസൽ ചെയ്ത് ചെയ്യാം. പിന്നെ ഇവിടെ 4ൽ 2 പ്രാവശ്യം. അപ്പൊ 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് 6. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. താങ്ക് യു.